എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ രണ്ടാമത്തെ ട്യൂട്ടോറിയലാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ആദ്യത്തെ ട്യൂട്ടോറിയൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബേസിക്കായിട്ടുള്ള രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജിൽ രണ്ട് തരത്തിലുള്ള മൂവിങ് ആവറേജ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ മൂവിങ് ആവറേജ്, രണ്ട് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. ചുരുക്കി പറഞ്ഞാൽ SMA അല്ലെങ്കിൽ അതിനുശേഷം രണ്ടാമത്തേത് EMA. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, പിന്നെ അത് മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ എത്ര ദിവസം ഇൻഡിക്കേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അതുപോലെ ഈ മൂവിങ് ആവറേജ് ഏത് ഇൻഡിക്കേറ്റർ പെടും എന്നുള്ളതിൻ്റെ ചെറിയൊരു വിവരണം, അതുപോലെ തന്നെ ക്രോസ് ഓവർ, പ്രൈസ് മൂവ്മെൻറ്റ്, അത് ക്രോസ് ഓവർ ചെയ്യുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ്, ടിപ്സ്, കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മൂവിങ് ആവറേജിനെ പറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ബേസിക്കായിട്ട് ഇവിടുന്ന് പഠിക്കാൻ പോകുന്നത്. മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ വില, ഒരു പെർട്ടിക്കുലർ കാലത്തേക്കുള്ള വിലയുടെ ആവറേജിനെയാണ് വളരെ ബേസിക്കായിട്ട് പറഞ്ഞ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. ഈ മൂവിങ് ആവറേജ് കണക്ക് കൂട്ടുന്നത് പൊതുവെ ക്ലോസിംഗ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണ എല്ലാവരും ക്ലോസിംഗ് പ്രൈസാണ് ഉപയോഗിക്കുന്നത്. ഓപ്പൺ പ്രൈസ് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അതിന് ക്ലോസിംഗ് പ്രൈസാണ് പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്കിൻ്റെ മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുന്നത് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ താഴെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഒരു 7 ദിവസത്തെ ഒരു ഷെയറിൻ്റെ വില ഇവിടെ കാണിച്ചിട്ടുണ്ട്, 11 തൊട്ട് 17 വരെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് 5 ദിവസത്തെ, അത് ആദ്യത്തെ 5 ദിവസത്തെ ആദ്യത്തെ ഡേയുടെ ദിവസത്തിൻ്റെ സിമ്പിൾ മൂവിങ് ആവറേജ് എങ്ങനെ കണക്കൂട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1 തൊട്ട് 5 വരെയുള്ള ആ സ്റ്റോക്കിൻ്റെ നമ്മൾ അതിൻ്റെ ആഡ് ചെയ്യുക, കൂട്ടിയതിന് ശേഷം അതിന് എത്ര ദിവസമാണോ, അതായത് നമ്മുടെ 5 ദിവസം കൊണ്ട് അതിനെ ഹരിക്കുക. അപ്പോൾ കിട്ടുന്ന ആവറേജ് റേറ്റാണ് ഫസ്റ്റ് ഡേയിലെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഡേയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഡേയിൽ 11 ആയിരുന്നു നമ്മുടെ ക്ലോസിംഗ് റേറ്റ് എങ്കിൽ, സെക്കൻഡ് ഡേയിൽ വരുമ്പോൾ നമ്മൾ 11 ഒഴിവാക്കിയിട്ട് അടുത്ത 5 ദിവസത്തെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 5 ദിവസത്തെ ആവറേജിന് കിട്ടുന്നതിൻ്റെ ടോട്ടൽ കിട്ടുന്നതിന് നമ്മളതിനെ പിന്നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 14 കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ ക്ലോസിംഗ് ആവറേജ് കിട്ടി. മൂന്നാമത്തെ ദിവസം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിവസത്തെയും രണ്ടാം ദിവസത്തെയും നമ്മൾ പ്രൈസ്, ക്ലോസിംഗ് പ്രൈസും മാറ്റിയതിന് ശേഷം ലാസ്റ്റിലത്തെ 5 ദിവസത്തെ പ്രൈസ് ആഡ് ചെയ്തതിന് ശേഷം അതിനെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 15 കിട്ടുന്നു. അതാണ് മൂന്നാം ദിവസത്തെ സിമ്പിൾ ആവറേജ്, മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ 5 ദിവസത്തെ വിലയുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും 10 ദിവസമാണെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ 20 ആണെങ്കിൽ 20 ദിവസത്തെ വിലയുടെ അതിൻ്റെ എത്ര ദിവസമാണോ
വില അത്രയും ക്ലോസിംഗ് പ്രൈസ് ആഡ് ചെയ്തതിന് ശേഷം ആ ദിവസത്തെ കൊണ്ട് അതിനെ ഹരിക്കുക. അപ്പോൾ കിട്ടുന്നതിൻ്റെ ആവറേജ് വാല്യൂവാണ് നമ്മളതിനെ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. വ്യത്യാസം എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ 5 ദിവസം ഡാറ്റ, അല്ലെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ 20 ദിവസം, അല്ലെങ്കിൽ 50 ദിവസം ഡാറ്റാസ് ആയിരിക്കും സിമ്പിൾ മൂവിങ് ആവറേജിന് എടുക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സാധാരണ മൂവിങ് ആവറേജ് കണക്ക് കൂട്ടുന്നത് ആവറേജ് ലെങ്ത് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് എന്ന് എന്തായാലും പറയാം. എന്തായാലും അത് പൊതുവേ എടുക്കുന്നത് മാറ്റമുണ്ടാകാം. അവരുടെ സൗകര്യത്തിന് അത് നമുക്ക് മാറ്റുകയും ചെയ്യാം. ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് 10 ദിവസം, 20 ദിവസം, 50 ദിവസം, 100 ദിവസം, 200 ദിവസം, ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ ചാർട്ടിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ദിവസമോ അല്ലെങ്കിൽ വീക്കിലിയോ നമുക്കത് ചാർട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മൂവിങ് ആവറേജ് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ 10 ദിവസം, 20 ദിവസം, 50 ദിവസം, 100, 200 നമ്മൾ പറഞ്ഞു. എന്താണ് ഈ 10ഉം 20 ഇങ്ങനെ ഓരോ ദിവസം കൂടുന്നതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവസത്തിൻ്റെ എണ്ണം കുറയുന്നതോറും വളരെ ക്വിക്കായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് അത് തരുന്നത്. അപ്പോൾ കൂടുതലാകുമ്പോൾ അത് കുറച്ചുകൂടെ കൂടും. അപ്പോൾ എപ്പോഴും കുറഞ്ഞ ദിവസത്തേക്കുള്ള അത് നമ്മൾ ചാർട്ടിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ക്വിക്കായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മൂവിങ് ആവറേജായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഹിൻഡാൽകോയുടെ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹിൻഡാൽകോ ഡെയിലിയുള്ള ചാർട്ടാണ്. മൂവിങ് ആവറേജ് 20 ദിവസത്തെ മൂവിങ് ആവറേജ് കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ 129 രൂപ 06 പൈസ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ വില കാണാം. 129.1 എന്നിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു പർപ്പിൾ കളർ കാണാം. ഇതാണ് ഹിൻഡാൽകോയുടെ 10 ദിവസത്തെ മൂവിങ് ആവറേജ്. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ദിവസത്തെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. ഈ 10 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനെ നമ്മൾ 10 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതിനെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 20 ദിവസത്തെ ആവറേജ് മൂവിങ് ആവറേജ് നമുക്ക് കിട്ടും. നമുക്കിവിടെ അതിൻ്റെ ഡേറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇന്ന് തൊട്ടാണ് ജൂലൈ 11 തൊട്ടിട്ട് ജൂലൈ 21 വരെയുള്ള 10 ദിവസത്തെ ഹിൻഡാൽകോയുടെ മൂവിങ് ആവറേജാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ബേസിക്കായിട്ട് പഠിച്ചത് സിമ്പിൾ മൂവിങ് ആവറേജാണ്. ആദ്യമേ നമ്മൾ പറഞ്ഞു മൂവിങ് ആവറേജ് 2 ടൈപ്പ് ഉണ്ട്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട്, സിമ്പിൾ മൂവിങ് ആവറേജും ഉണ്ട്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സിമ്പിൾ മൂവിങ് ആവറേജ് പോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇത് 1970 ശേഷമാണ് ഈ മൂവിങ് ആവറേജ് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം എന്താണ് ഇതിൻ്റെ ബേസിക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചെറുതായിട്ടൊന്ന് ആദ്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. പൊതുവെ നമുക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് 7 ദിവസത്തെ വില അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വരെ കൂട്ടിയിട്ട് എത്ര ദിവസമാണ് ആ ദിവസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനാണ് സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം കളയുകയും അങ്ങനെ ആഡ് ചെയ്യും. ഇവിടുന്ന് ഒരു സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു സൈഡ് നമ്മൾ കളയുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് സിമ്പിൾ മൂവിങ് ആവറേജ്. പക്ഷേ ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് പോലെ തന്നെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് തന്നെ. പക്ഷേ അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ അടുത്ത ദിവസം വരുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 11 ദിവസം വരുമ്പോൾ 11ാം ദിവസം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പക്ഷേ അതിൻ്റെ ബേസായിട്ടുള്ള കാര്യം സിമ്പിൾ മൂവിങ് ആവറേജ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത വരുന്ന ദിവസം മറ്റേ നമ്മൾ ഒന്ന് കൂട്ടുമ്പോൾ ഒന്ന് കുറയ്ക്കുന്നു. ഇതേ സമയത്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ നമ്മൾ അഡീഷണലായിട്ട് ഡേയ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും ഞാനിവിടെ കൂടുതൽ കാണിക്കുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ അതിൻ്റെ ആവറേജ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല.
കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നമുക്ക് ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. സിമ്പിൾ മൂവ് അറിഞ്ഞ് പെർട്ടിക്കുലർ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു കാലത്തേക്കുള്ളത് ആഡ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ആ കാലം കൊണ്ട് അല്ലെങ്കിൽ ആ ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത കാലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പീരീഡിലേക്ക് പോകുമ്പോൾ ആ പെർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രമുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അതേസമയം എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ നമ്മൾ ആദ്യത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് നമ്മൾ കണക്ക് കൂട്ടിയ ആ കണക്കുകൾ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡേയ്സ് ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഈ തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ ഒരു ചാർട്ടും കൂടെ ഞാനിവിടെ കാണിക്കുന്നു. മുമ്പ് കണ്ട ഹിൻഡാൽകോയുടെ തന്നെയാണ് 10 ദിവസത്തെ മൂവിങ് ആവറേജാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിനത് കാണുമ്പോൾ അറിയാം മുമ്പ് കാണിച്ച ആ സെയിം ചാർട്ട് തന്നെയാണ്. 11-ാം തീയതി തൊട്ട് ജൂലൈ 11 തൊട്ട് 21-ാം തീയതി 10 ദിവസം ചാർട്ടാണ് കാണുന്നത്. ആൻഡ് സിമ്പിൾ മൂവിങ് ആവറേജ് നമുക്ക് ഇവിടെ ടോപ്പിൽ കാണാൻ പറ്റും. മൂവിങ് ആവറേജ് 20 ദിവസം 129.6 നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ആകുന്നത് 136 ആണ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. അതിന് വോളിയം ഉണ്ട്. 15 മില്യൺ ഇന്നത്തെ വോളിയം ഉണ്ട്. അതിന് താഴെ നമുക്ക് മൂവിങ് ആവറേജ് 10 ദിവസം മൂവിങ് ആവറേജ് കാണാം 129.1 നമ്മൾ മുമ്പ് കണ്ട അവിടെ തന്നെ. അതിൻ്റെ തൊട്ട് താഴെ പച്ച കളറിൽ നമ്മൾ 20 ദിവസം EMA അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 29.80 എന്ന് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ഏതാണ്ട് ഒരു 0.64 മറ്റേ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാഫിലും നമുക്ക് കാണാം നമ്മുടെ മൂവിങ് ആവറേജ് 20 ഡേയ്സിൽ നമുക്ക് പർപ്പിൾ കളറിൽ കാണാം. അതേ സമയത്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഒരു പച്ച കളറിൽ നമ്മൾ അതിന് തൊട്ട് മുകളിലായിട്ട് ഇടയ്ക്കൊരു ക്രോസ് ഓവറിൽ കാണാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമുക്ക് ഈ രണ്ടും കൂടെ ഒരേ ചാർട്ടിൽ നമ്മൾ സാധാരണ ട്രേഡേഴ്സ് ഇത് ചാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈസ് വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. മറ്റേത് അല്ല. നമുക്ക് ഡീറ്റെയിൽ കൂടുതൽ അടുത്ത സ്ലൈഡിൽ പഠിക്കാം. അപ്പം നമ്മൾ ബേസിക്കായിട്ട് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. SMA ആൻഡ് EMAയുടെ ഡിഫറൻസ്. അപ്പം സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആണ്. പക്ഷേ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു മൂവിങ് ആവറേജ് നമുക്ക് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനും നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ് അറിയാനും പറ്റും. പൊതുവേ ആളുകൾ അത് ഉപയോഗിക്കുന്നത് മീഡിയം ടേം അല്ലെങ്കിൽ മിക്കവാറും ലോങ് ടേം ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടെ ഒരു മൂവ്മെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പൊതുവെ ഉപയോഗിക്കുന്നത് മീഡിയം ടൈം അല്ലെങ്കിൽ മിക്കവാറും ലോങ് ടൈമിലേക്കാണ് ഈ സിമ്പിൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. വളരെ മനസ്സിലാക്കാനും വളരെ സിമ്പിളാണ്. എന്നാൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ ക്വിക്കായിട്ട് ടേൺ ചെയ്യുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന്. പൊതുവേ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഡേ ട്രേഡേഴ്സൊക്കെയാണ് പൊതുവേ ഇത് ഉപയോഗിക്കാറുള്ളത്. ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ഒരാൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സാധാരണ ആളുകൾ നോക്കേണ്ട കാര്യമില്ല. ഡേ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് നമുക്ക് മൂവിങ് ആവറേജ് നോക്കിയിട്ട് മാത്രം നമുക്കൊരു ഷെയർ മേടിക്കാൻ പറ്റില്ല. മറ്റുള്ള ഇൻഡിക്കേറ്ററും കൂടെ അതിൻ്റെ സപ്പോർട്ടായിട്ട് വേണം. ആദ്യമേ നമ്മൾ പഠിച്ച സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ് ബേസിക് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മൂവിങ് ആവറേജ് പിന്നെ മറ്റേ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു സ്റ്റോക്ക് മേലോട്ട് കയറുമ്പോൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച റെസിസ്റ്റൻസ് ലെവൽ ബ്രോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് മേലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അത് വളരെ ആ ക്രോസ് ഓവർ കഴിഞ്ഞാൽ മറ്റേ ആ റെസിസ്റ്റൻസിന് മേളിൽ അത് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇൻഡിക്കേറ്റർ പ്രധാനമായിട്ട് നമ്മൾ മൂവിങ് ആവറേജ് നോക്കുമ്പോൾ MACD ആണ് അതിൻ്റെ കൂടുതൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ 1-2 ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. പ്രധാനമായിട്ടുള്ള ഒന്ന് MACD ആണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആ മൂവിങ് ആവറേജ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ പോയി അതുപോലെ തന്നെ നമ്മുടെ വോളിയം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ വോളിയം കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ പൊതുവെ എൻട്രി ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഒരു ഷെയർ മേടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് മൂവിങ് ആവറേജിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് പ്രൈസിൻ്റെ ആവറേജ് മൂവ്മെൻറ്റിൻ്റെ കൂട്ട് പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നതോടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഹിൻഡാൽകോയുടെ തന്നെ
കഴിഞ്ഞ ചെയ്തത് 10 ദിവസമാണെങ്കിൽ നമ്മളിപ്പോൾ 20 ദിവസം സിമ്പിൾ മൂവിങ് ആവറേജാണ് നമ്മളുടെ ഈ പി ചാർട്ടിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവറേജ് പ്രൈസ് നമ്മൾ കണ്ട പോലെ തന്നെ 129 പറഞ്ഞതിന് 20 ദിവസം ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ഇവിടെ പർപ്പിൾ കളറിൽ ഒരു 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 ഗ്രാഫ് പോലെ ലൈനിങ്ങിന് പോകുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റും നമുക്ക് അതിന് അടുത്തായിട്ട് കാണാം. ചുവന്ന കളറിലും അല്ലെങ്കിൽ വെള്ള കളറിലുമായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് മറ്റേ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ടും കൂടെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് നമുക്ക് പൊതുവേ ഈ മൂവിങ് ആവറേജിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാം. മറ്റേ ഇൻഡിക്കേറ്റേഴ്സ് തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടുന്ന് ഒരു ചെറിയ ഒരു ഇറങ്ങി പതുക്കെ സ്റ്റോക്കൊന്ന് താഴോട്ട് വന്നതിന് ശേഷം പതുക്കെ സ്റ്റോക്കൊന്ന് മേലോട്ട് വന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് ഓപ്പൺ ഉണ്ടായി. അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ടൊരു മൂവ് ഒരു 45 ഡിഗ്രിയിലേക്ക് ഒരു റൈഡാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു പുൾ ബാക്ക് സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഈ പുൾ ബാക്കിന് ശേഷം ഒരു ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം പിന്നെയും നമ്മൾ സ്റ്റോക്ക് പിന്നെയും മേലോട്ട് പോയിട്ട് കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ടൊരു 140 ലെവലിൽ എത്തി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞ് നമുക്ക് 150 ലെവലിലോട്ട് അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്കിൽ ഈ 120 ഒരു 130 ലെവലിന് താഴോട്ട് പ്രൈസ് പോകില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സിമ്പിൾ മൂവിങ് ആവറേജിന് ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പം നമ്മുടെ ഇവിടെ ഒരു ലെവൽ വരെ അത് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് കിട്ടി. ആ സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് സ്റ്റോക്ക് കയറിയതിന് ശേഷം നമ്മുടെ മൂവിങ് ആവറേജിന് 20 ദിവസം മൂവിങ് ആവറേജ് 90 രൂപയാണെന്ന് അതിൻ്റെ അവിടുത്തെ റെസിസ്റ്റൻസ് ആ ലെവലിൽ വന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് അപ്പ് വന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് നമ്മൾ ഇവിടെ വെച്ച് ഇത് മേടിക്കുകയാണ് 90 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂവിങ് ആവറേജ് നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് ഇത് സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നഷ്ടം വരാതെ നമുക്ക് ഇത് നമ്മുടെ താഴോട്ട് പോകാതെ നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും ഈ ലെവലിൽ നമ്മുടെ മൂവിങ് ആവറേജിൻ്റെ താഴെ വരുന്ന ഒരു 129.1 ഇവിടെ കാണിച്ച് ഇതിന് താഴോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്ക് ഒരു സെല് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ മൂവിങ് ആവറേജിന് മുകളിലായിട്ട് അത് ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് 10 ദിവസമായാലും 20 ദിവസമായാലും ഈ ആവറേജിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്കൊരു സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ അതൊരു പ്രോഫിറ്റ് ട്രേഡ് ഒരു നഷ്ടത്തിലാകാതെ നമുക്കൊരു മാക്സിമം പ്രോഫിറ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇൻ കേസ് മുമ്പോട്ട് പോകുകയാണെങ്കിൽ തന്നെ നമുക്കത് കൂടുതൽ പ്രയോജനപ്പെടുകയും ചെയ്യും. അതിനെ നമുക്ക് വേറെ ചാർട്ട് കാണാം. ആ സെയിം ചാർട്ട് തന്നെ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഒന്നുകൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നു. നമ്മൾ കണ്ട പോലെ ആ സെയിം ഗ്രാഫ് തന്നെ സ്റ്റോക്ക് ഒന്ന് താഴെ വന്നിട്ട് ഒരു സപ്പോർട്ട് കിട്ടി 85 ലെവലിൽ 90-85 ഇടയ്ക്ക് ഒരു സോൺ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആ ലെവലാണ് ഒരു സോൺ പോലെ നമുക്കിവിടെ കൂട്ടാം. അവിടെ വന്നതിന് ശേഷം ഈ പ്രൈസ് മേലോട്ട് പോവുകയും പിന്നെ നമ്മുടെ മൂവിങ് ആവറേജ് മേളിലോട്ട് പോയതിന് ശേഷം ആ സ്റ്റോക്ക് പിന്നെ അതിന് മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ആ സ്റ്റോക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 100 രൂപയ്ക്കാണ് ഒരു സപ്പോർട്ടുള്ള മേജർ സപ്പോർട്ടുള്ള അത് ക്രോസ് ചെയ്തതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു 45 ഡിഗ്രിയിൽ ഒരു റൈഡാണ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചിരുന്നത്. അടുത്ത് നമുക്ക് മെയിനായിട്ട് സപ്പോർട്ടെന്ന് പറയുന്നത് അവിടെ നമ്മുടെ 120 ആ 120 റെസിസ്റ്റൻറ്റ് ലെവലിലെത്തി അത് പിന്നെ ഒരു സപ്പോർട്ടായിട്ട് മാറുന്നു. അവിടെ കുറച്ച് ദിവസം അവിടെ നിന്ന് സ്റ്റോക്കൊന്ന് സ്റ്റഡി ആയതിനു ശേഷം ഒരു പുൾ ബാക്ക് ഉണ്ടായി. ആ പുൾ ബാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മൂവിങ് ആവറേജിന് താഴെ സ്റ്റോക്ക് പോയിട്ടില്ല. പിന്നെ തിരിച്ച് നമ്മുടെ 120 പിന്നെ അടുത്ത റൈഡ് സംഭവിച്ചു. പിന്നെ അത് നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് പറയുന്നുണ്ട് 138 140 താഴെയായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ആ ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ട് ഒരു ശകലം ഒരു പുൾ ബാക്ക് ഉണ്ട്. അത് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഇത് ഇപ്പോൾ 2 റെഡും പിന്നെ വൈറ്റാണ്. ഇപ്പോൾ താഴോട്ട് പോകുന്ന പറയാൻ പറ്റില്ല. നമുക്ക് ഈ 129 എന്നുള്ള ലെവലിൽ നമുക്ക് അതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മേടിക്കാം. നമുക്കപ്പം നമ്മുടെ ഒരു റൈഡ് സംഭവിച്ചു. അത് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത റൈഡ് സംഭവിച്ചു. പിന്നെ അത് അപ്പം ഒരു രണ്ടാമത്തെ പ്രാവശ്യം ആ ലെവലിൽ ഇങ്ങനെ ഒന്ന്
റെസിസ്റ്റൻ്റ് ലെവലിലാണ് ഇപ്പോൾ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ നമ്മുടെ മൂവിങ് ആവറേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോൾഡ് ചെയ്ത് നമുക്ക് ഈ ഗ്രീൻ ആരോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് താഴെ പോകാത്തടത്തോളം കാലം ഈ സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം. നമ്മുടെ ലാഭത്തിൽ തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. നമുക്കത് നോക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ ചാർട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അടുത്തത് ഇൻഡിക്കേറ്റേഴ്സിന് 2-3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ലാഗിങ് ഇൻഡിക്കേറ്റർ എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകിച്ച് ഒന്ന് കാണിച്ചത്. മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് സിമ്പിളായാലും എക്സ്പോണൻഷ്യലായാലും അതിന് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രൈസ് കണക്ക് കൂട്ടുന്നത്, മൂവിങ് ആവറേജ് കണക്ക് കൂട്ടുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഒരു 10 ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം ലാസ്റ്റ് 10 ദിവസം പ്രൈസ് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ അത് 10 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ആവറേജാണ് നമ്മൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മളിതിനെ ലാഗിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫ്യൂച്ചറിലെ പ്രഡിക്ഷന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അതല്ല ഇത് കിട്ടുന്നത്. നമ്മുടെ കഴിഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൽ നമ്മൾ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ചാർട്ടിൽ അത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഒരു വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഫോളോസ് എ ഇവൻ്റ് എന്ന് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രാഫിക്കിൽ നമ്മളൊരു ലൈറ്റ് കിടക്കുന്നു, നമ്മൾ വണ്ടി കിടക്കുന്നു, അല്ല ട്രാഫിക് സിഗ്നലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ചിട്ട് റെഡ് സിഗ്നലിലാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു യെല്ലോ സിഗ്നൽ വരുന്നു. യെല്ലോ സിഗ്നലിന് ശേഷം നമ്മൾ ഗ്രീൻ സിഗ്നൽ കാണുന്നു. റോഡ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് മുമ്പോട്ട് പോകുന്നു. ഈ കാണുന്നതിനകത്ത് യെല്ലോ ലൈറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് നമുക്ക് പറയുന്നത്. അതായത് ആ ഇൻഡിക്കേറ്റർ അത് കഴിയുമ്പോഴാണ് നമുക്ക് ഗ്രീൻ സിഗ്നൽ വരിക എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ആ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുക. ഇതിനെയാണ് ബേസിക്കലി നമ്മുടെ ലാഗിങ് എന്ന് പറയുന്നത്. നമ്മൾ അത് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ പഴയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം തൊഴിലില്ലായ്മ പല രാജ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, നമ്മളനുസരിച്ച് അമേരിക്കയിൽ ഈ മാസം ഇത്ര തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ അവിടുത്തെ സ്റ്റോക്ക് കയറുന്നു. അതനുസരിച്ചിട്ട് ലോകത്തുള്ള മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുകൾ കയറുന്നു നമ്മൾ അടുത്തിടെ മിക്കവാറും കാണുന്ന കാര്യമാണ്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ആൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ എക്കണോമി താഴോട്ടാണെങ്കിൽ അതിൻ്റെ വളർച്ച കുറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാച്ചുറലി നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ലാഗിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം. നമുക്കത് ബേസ്ഡ് ഓൺ ഒരു ഡാറ്റയെ നമുക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിനെ നമ്മൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാഗിങ് അല്ല നമ്മുടെ മൂവിങ് ആവറേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മൂവിങ് ആവറേജ് നമുക്ക് പഠിക്കാനുള്ളത് ക്രോസ് ഓവറാണ്. ക്രോസ് ഓവർ തന്നെ മെയിനായിട്ട് 3 തരത്തിലുള്ള ക്രോസ് ഓവറാണ്. ഗോൾഡൻ, സിൽവർ ആൻഡ് ഡെത്ത് ക്രോസ് ഓവർ എന്ന് പറയും. ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മുടെ അതിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു. 10, 20, 50, 100, 200 നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലെങ്ത് എടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം അല്ലെങ്കിൽ 50 ദിവസം ഈ ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് ലോങ് ടൈം മൂവിങ് ആവറേജിനെ, അതായത് 100, 200 ക്രോസ് ചെയ്യുക. ഈ ക്രോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗോൾഡൻ ക്രോസ് എന്ന് സാധാരണ പറയുന്നത്. പൊതുവേ 50 ഡേയ്സ് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുകയാണ്. 200 ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പൊതുവേ സാധാരണ ഗോൾഡൻ ക്രോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് സിൽവർ ക്രോസ് എന്ന് പറയുന്നത്. ഈ സിൽവർ ക്രോസ് എന്ന് പറയുന്നത് 20 ദിവസത്തെ ട്രെൻഡ് ലൈൻ അത് 50 ദിവസം മൂവിങ് ആവറേജിന് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, അത് 20 ദിവസത്തെ അതിൻ്റെ മൂവിങ് ആവറേജ് 50-ന് മേളിൽ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിൽവർ ക്രോസ് എന്ന് പറയാറുണ്ട്. ഈവൻ 10-ന്റെ 50 ക്രോസ് ചെയ്താലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. അതുപോലെ തന്നെ റിവേഴ്സും ഗോൾഡൻ ക്രോസ് ആയാലും സിൽവർ ക്രോസ് ആയാലും തിരിച്ച് സംഭവിക്കുക. നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഒന്ന് ആലോചിക്കേണ്ടത്, ഇപ്പോൾ 50 ദിവസത്തെ ആവറേജ് അത്
100 ദിവസമോ അല്ലെങ്കിൽ 200 ദിവസം അവറേജ് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പിന്നെയും താഴോട്ട് പോകാനുള്ള ട്രെൻഡാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഡെത്ത് ക്ലോസ് എന്ന് സാറിന് പറയാം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പൊതുവേ അത് സ്റ്റോക്ക് താഴോട്ട് വളരെയധികം ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ലോങ് ടൈമിൽ സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപയ്ക്ക് മേടിച്ച് കാരണം 400 രൂപയിലെത്തി, പിന്നെ അത് അവിടെ നിന്ന് അത് മേലോട്ട് കയറിയില്ലെങ്കിൽ നമ്മളന്ന് അതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ മേടിച്ച മൂവിങ് ആവറായി പെട്ടെന്ന് 200 അല്ലെങ്കിൽ 100 താഴോട്ട് വരികയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വലിയൊരു കറക്ഷൻ സംഭവിക്കാൻ നമുക്ക് മനസ്സിലാക്കി നമ്മൾ ആ ലെവലിൽ നമ്മൾ വിറ്റ് കഴിയുക. പിന്നെ താഴെ വരുമ്പോൾ നല്ല സ്റ്റോക്കാണ് തിരിച്ചു മേടിക്കുകയും ചെയ്യാം. ഇതാണ് ഈ ക്രോസ് ഓവറിൻ്റെ പ്രത്യേകത. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ൻ്റെ അല്ലെങ്കിൽ മെയിനായിട്ട് 50-ൻ്റെ അത് 200 മേളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക് വിത്ത് വോളിയം നല്ലപോലെ കയറുന്നുണ്ട്. മറ്റ് ഇൻഡിക്കേറ്ററിന് സപ്പോർട്ടാണ് ഒരു വലിയൊരു റൈഡ് സ്റ്റോക്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 50 ദിവസത്തെ ആവറേജ് 100 അല്ലെങ്കിൽ 200 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് ഒരു താഴോട്ട് നല്ലൊരു കറക്ഷനും സാധ്യത ഉണ്ട്. നമുക്കത് ഒരു ഗ്രാഫിൽ കൂടെ ഒന്ന് നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഞാൻ ക്രോസ് ഓവർ ഗോൾഡൻ ആൻഡ് സിൽവർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹിൻഡാൽകോ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഹിൻഡാൽകോയുടെ 2016 ഗ്രാഫാണ് ഇവിടെ, ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം മേളിൽ കാണുന്നുണ്ട് നമുക്ക് മൂവിങ് ആവറേജ് 20 ദിവസത്തെ മൂവിങ് ആവറേജ്, 50 ദിവസത്തെ മൂവിങ് ആവറേജ് ഗ്രീൻ കളറിൽ, ബ്ലൂ കളറിൽ പിന്നെ മൂവിങ് ആവറേജ് 200 ദിവസം, അതായത് ചുവന്ന ലൈനാണ് നമ്മുടെ ഷോർട്ട് ടൈം നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് കാണുന്ന ഈ ബ്ലൂ ലൈനാണ് നമുക്ക് 50 ദിവസത്തെ മൂവിങ് ആവറേജ്, പിന്നെ 200 ദിവസത്തെ മൂവിങ് ആവറേജാണ് ഇത് കാണുന്നത്. 200 ദിവസം എന്ന് പറഞ്ഞാൽ 200 ദിവസത്തെ വില കൂട്ടി അതിനെ 200 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റേറ്റാണ്. അതിൻ്റെ ആ മൂവിങ് ആവറേജാണ് നമ്മൾ ഈ ഗ്രീൻ കളറിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഏറ്റവും താഴെയായിട്ട് സ്റ്റോക്കൊന്ന് ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് നമ്മുടെ 20 ദിവസം ആവറേജ് 50 ദിവസത്തിന് മുകളിൽ ഒന്ന് കയറിയതിന് ശേഷം തിരിച്ച് വീണ്ടും ഇതിന് ഒരു ഫസ്റ്റ് ക്രോസ് ഓവർ സംഭവിക്കുന്നു. അതിനുശേഷം ഒന്ന് കയറി കുറച്ച് ദിവസത്തിന് ശേഷം ഒരാഴ്ച തിരിച്ച് ആ സ്റ്റോക്ക് താഴെ വരികയും അവിടെ ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നു. ഇതിന് പിന്നെ ഒരു സ്റ്റോക്ക് കുറച്ച് താഴോട്ട് പോയതിന് ശേഷം ഒന്ന് കൺസോൾട്ടേറ്റ് ആയതിനു ശേഷം ആ സ്റ്റോക്ക് തിരിച്ച് മേലോട്ട് ഒരു വലിയൊരു റൈഡ് സംഭവിക്കുന്നു. ആ റൈഡ് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ആരോയും കാണിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സിൽവർ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അതിന് ശേഷം ആ സ്റ്റോക്ക് മുകളിലോട്ട് പോവുകയും നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാം ആ സ്റ്റോക്ക് 200 ദിവസത്തെ ആവറേജ് നമുക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് ഗോൾഡൻ ക്രോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ആ ക്രോസിന് ശേഷം ഒരു നേരെ വെർട്ടിക്കലായിട്ട് വേണം പറയാം 60 ഡിഗ്രിയിൽ ഒരു റൈഡാണ് സ്റ്റോക്കിൽ സംഭവിച്ചിരിക്കുക. അതിനുശേഷം ഒന്ന് കുറച്ച് ദിവസം ആ ലെവലിൽ തന്നെ ട്രേഡ് ചെയ്തതിന് ശേഷം പതുക്കെ സ്റ്റോക്ക് താഴോട്ട് വരുന്നു. താഴോട്ട് വന്ന ഒരു പുൾ ബാക്ക് വേണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പോലെ തന്നെ പുൾ ബാക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിന് മുമ്പിലത്തെ ആ സപ്പോർട്ട് ലെവലിൽ എത്തുന്നതിന് മുമ്പ് എത്തിയില്ല. അതിനു മുമ്പ് തന്നെ ആ സ്റ്റോക്ക് തിരിച്ച് ഒരു കയറി പിന്നെയും നമുക്ക് അവിടെ ഒരു 200 ദിവസത്തെ ആവറേജ് 200 അവിടെ 50 ദിവസത്തെ ആവറേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സ്റ്റോക്ക് പിന്നെയും ഒരു വലിയൊരു റൈഡ് സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ റൈഡ് സംഭവിക്കുന്ന കൂട്ടത്തിൽ നമുക്കപ്പോൾ കൂട്ടത്തിൽ ആ സ്റ്റോക്കിൻ്റെ ആ റെസിസ്റ്റൻസ് നമുക്കിവിടെ ഒരു ഗ്രീൻ ലൈൻ സ്ട്രേറ്റ് വരേണ്ട റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ മേജർ ആ റെസിസ്റ്റൻസിന് ഇവിടെ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നേരെ സ്റ്റോക്ക് കയറുന്നതാണ് കണ്ടത്. നമുക്കപ്പോൾ ഈ മൂവിങ് ആവറേജിൻ്റെ സഹായത്തോടെ നമുക്ക് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസോട് നമുക്ക് കുറച്ച് ക്ലിയറായിട്ട് മനസ്സിലാക്കും. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമുക്കൊരു കുറച്ചുകൂടി ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചാർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അടുത്ത നമുക്ക് പോകാനുള്ളത് ബേസിക്കായിട്ട് മൂവിങ് ആവറേജ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചാർട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാക്ഡി ഞാൻ ആദ്യം പറഞ്ഞു മാക്ഡിയുടെ ഇൻഡിക്കേറ്ററോടെ നോക്കാറുണ്ട്, അല്ലെങ്കിൽ 2-3 വേറെ ഓസിലേറ്ററോടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മാക്ഡി നോക്കുന്ന സമയത്ത് ആളുകൾ കൂടുതലും മൂവിങ് ആവറേജ് അത്ര ചിലർ ശ്രദ്ധിക്കാറില്ല. മാക്ഡിയുടെ ഇൻഡിക്കേറ്ററാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് കൂടുതൽ
ക്ലാരിറ്റി നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനെ പറ്റി അറിയാനായിട്ട് ഈ നമുക്ക് മൂവിങ് ആവറേജ് വളരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പൊതുവേ നമ്മൾ മൂവിങ് ആവറേജ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എങ്ങനെയായിരിക്കും. ഒരാൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മേടിച്ചതിന് ശേഷം കുറേ ഒരു ലോങ് ടൈമിലൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പൊതുവെ അങ്ങനെയുള്ള ആളുകൾ ചാർട്ട് നമ്മൾ അവർ അത് ചാർട്ട് റീഡ് ചെയ്യുന്നത് 50 ദിവസത്തെയും 200 ദിവസത്തെയും സിമ്പിൾ മൂവിങ് ആവറേജാണ് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടാണ് അവർ നോക്കുന്നത്. സിമ്പിൾ മൂവിങ് ആവറേജ് നമുക്ക് പ്രത്യേകം ഓർക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്വിംഗ് ട്രേഡിങ്ങിലാണെങ്കിൽ 15 ദിവസത്തെ 50 ദിവസത്തെ മൂവിങ് ആവറേജാണ്. അതും അവർലി അല്ലെങ്കിൽ ഡെയിലി ചാർട്ടിലാണ് അവർ സ്വിംഗ് ട്രേഡേഴ്സ് നോക്കുന്നത്. അതുപോലെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് മേടിച്ച് ഒരാഴ്ചയ്ക്കാൻ വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയാണ് ആളുകൾ നോക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഡേ ട്രേഡിങ് ആളുകൾ പൊതുവെ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കുന്നത്. 1 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ചാർട്ട് 5 മിനിറ്റിൻ്റെയും 15 മിനിറ്റിൻ്റെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ മൂവിങ് ആവറേജ് അല്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഷോർട്ട് ടൈം ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ഉപയോഗിക്കുന്നത് അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ള ക്വിക്കായിട്ടുള്ള ടേൺ നമുക്ക് അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ലോങ് ടൈം ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ ആവശ്യം ഇല്ല. ഒരു ബൈ ആൻഡ് ഹോൾഡിനുള്ള ആ ടൈപ്പ് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഡേ ട്രേഡിങ്ങിനാണ് 5 മിനിറ്റിൻ്റെ 15 മിനിറ്റ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അത് നമ്മുടെ ചാർട്ടിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരുടെ അവരുടെ സൗകര്യം അനുസരിച്ച് അത് മാറ്റാം. ഓരോരുത്തരുടെ ട്രേഡ് ചെയ്യുന്ന രീതി അനുസരിച്ച് മാറ്റം വരാം. എന്തുകൊണ്ട് നമുക്ക് മൂവിങ് ആവറേജ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റും. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ മൂവിങ് ആവറേജ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആ മൂവ്മെൻറ്റ് നമുക്കും കണ്ടിന്യൂ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും മേടിച്ചിട്ട് നമുക്കും ആ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്കറ്റ് മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കും ആ ട്രേഡ് നമുക്കും കൊണ്ടുപോകാൻ പറ്റും. നമുക്കതിൻ്റെ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു ട്രേഡ് അതൊക്കെ അത് മാറ്റാൻ പറ്റും. അടുത്തത് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡാറ്റാസും ഉണ്ട് നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ. ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്ന എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ നോക്കിയിട്ട് അതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കുറച്ച് അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ട്രേഡ് സിഗ്നൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് എൻട്രി ചെയ്യാൻ പറ്റും. ചില സമയത്ത് ആ എക്സാക്റ്റ് കാണണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു വളരെ അത്ര മേലോട്ടും താഴോട്ടും ഇല്ലാത്ത രീതിയിലൊരു ട്രേഡ് ഒരു മാർക്കറ്റിൽ അങ്ങനെ ഒരു മാർക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞ് ട്രേഡ് ചെയ്യാൻ പോയിക്കാൻ ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് ട്രെൻഡ് നോക്കിയിട്ട് അതുപോലെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിന് പ്രത്യേകിച്ച് മാക്ഡിയുടെ സപ്പോർട്ടോടെ അല്ലെങ്കിൽ മറ്റ് 2-3 ഇൻഡിക്കേറ്റേഴ്സ് സപ്പോർട്ടോടെ നമ്മൾ നമ്മുടെ സിഗ്നൽ വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതിന് മേളിൽ അതിൻ്റെ ആ മൊമെൻറ്റം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യാവൂ. അതല്ലെങ്കിൽ ചില സമയത്തിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഈ വളരെ ചോപ്പി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങോട്ട് മൂവ്മെൻ്റ് ഇല്ലാത്ത ഇങ്ങനെയുള്ള അതേപോലെ നിൽക്കുന്ന ചെറിയ മൂവ്മെൻറ്റ് മാത്രമുള്ള മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് നമ്മളെ വളരെ സൂക്ഷിക്കുക മാത്രമേ ചെയ്യാവൂ. സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൽ ട്യൂട്ടോറിയൽ ഇനിയും അടുത്ത കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ മിക്കർ മാക്ഡി അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഫേസ്ബുക്കിൽ അംഗമായവർ ഇത് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും അതിനെപ്പറ്റി കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പോസ്റ്റായിട്ടോ ഇടുക. എന്തെങ്കിലും പോസ്റ്റിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും ദയവായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അവരുടെ മിസ്റ്റേക്ക് ഒരാൾ കാണിച്ച മിസ്റ്റേക്ക് മറ്റൊരാളിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ അടുത്ത ട്യൂട്ടോറിയൽ പഠിക്കുന്നത് വരെ
ഈ പഠിച്ച 2 ട്യൂട്ടോറിയൽ കുറച്ച് തറവായിട്ട് പഠിച്ചതിന് ശേഷം അത് പ്രാക്ടിക്കലായിട്ടൊന്ന് ചാർട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ചാർട്ട് റീഡിങ് നോക്കുക. നമസ്കാരം. അടുത്ത ട്യൂട്ടോറിയൽ വീണ്ടും കാണാം.